സ്പെഷ്യൽ ടോപ്പിക്കിൽ മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ് 2025, 24, 23, 22 വർഷത്തിൽ നോക്കാം. അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വയ്ക്കാം? ആൻസർ: ചാരായം കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. ഒരാൾ തൻ്റെ സുഹൃത്തിന് ജന്മദിനത്തിന് അംഗീകൃത മദ്യഷാപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകുന്നു. ഈ നിയമപ്രകാരം പറയുന്നതിൽ ശരിയായ പ്രസ്താവനയാണ്. സർക്കാർ അംഗീകൃത മദ്യഷാപ്പിൽ നിന്നും മദ്യം വാങ്ങി സമ്മാനമായി നൽകുന്നത് കുറ്റകരമല്ല. ഏത് മദ്യവും സമ്മാനമായി നൽകാം. മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസെടുക്കാം. ഇതിൽ 3ഉം 4ഉം ആണ് ശരിയായ പ്രസ്താവന. കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം ഡ്രൈ ഡേ നമ്മൾ പഠിച്ചതാണ് അബ്കാരിയിൽ. മഹാത്മാഗാന്ധി ജന്മദിനം, മഹാത്മാഗാന്ധി ചരമദിനം, രക്തസാക്ഷി ദിനം, ശ്രീനാരായണ ഗുരു ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു സമാധി ദിനം. മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്തത്, ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിന് എന്താ പറയാമെന്നാണ്. ബ്ലൻഡിങ് ആണ് കേട്ടോ. അടുത്തത്, 953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് ചോദിക്കുന്നുണ്ട്. 50,000 രൂപയാണ്. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയാണ്. വിമുക്തി മിഷൻ്റെ സൗജന്യ കൗൺസിലിംഗ് ഏർപ്പെടുത്തിയ ടോൾ ഫ്രീ നമ്പർ 14405 കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ച വർഷം ചോദിക്കുന്നുണ്ട്. അത് 2016. അടുത്തത് വായിക്കുന്നുണ്ട്, ക്ലിയർ ആവാത്തതാണ് എടുത്തത്. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രമൊക്കെ എടുക്കുന്നത് മനഃപൂർവ്വമോ ബോധപൂർവമോ പകർത്തുകയും പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ IT ആക്റ്റിൽ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും, അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആവാം. അടുത്തത്, 2000 IT ആക്റ്റിൽ പാസ്വേഡോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഒപ്പോ ഒക്കെ വഞ്ചനാപരമായ രീതിയിൽ ഉപയോഗിക്കുന്നത്, തിരിച്ചറിയാൻ ആവശ്യമായ രേഖകൾ വഞ്ചനാപരമായി ഉപയോഗിക്കുന്നത് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും കിട്ടാവുന്ന കുറ്റമാണ് അല്ലേ. ID തെഫ്റ്റ് പഠിച്ചിട്ടുണ്ട് ഇന്നലെ. ഇനി അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായത് ഏത് എന്നാണ്. 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തിക്ക് മദ്യം ഉപയോഗിക്കുന്നതിന് കുറ്റമൊന്നുമില്ല, കുറ്റകരമല്ല എന്നുള്ളതാണ് ഉത്തരം. ഇത് നമ്മൾ അബ്കാരിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ക്ലാസ് കാണാത്തവരൊന്ന് ക്ലാസ് കാണുക. അടുത്തത്, ENAയുടെ പൂർണ്ണരൂപം ചോദിക്കുന്നുണ്ട്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നാണ് ENAയുടെ പൂർണ്ണരൂപം. അടുത്തത്, NDPS നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ 4 എണ്ണം ഉള്ളതിൽ ശരിയായത് കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ് എന്നുള്ളതാണ് ശരിയായത്. അടുത്തത്, ഗേജിങ് എന്നത് എന്താണെന്നുള്ളതാണ്. അത് ഡിസ്റ്റിലറി റൂൾസിൽ വരുന്നതാണ്. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നത്. അടുത്തതെന്താ? NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിൻ്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ സാന്നിധ്യത്തിലല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തൻ്റെ തൊട്ടുമുകളിലുള്ള മേലുദ്യോഗസ്ഥന് നൽകണം? ഉത്തരം: 72 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് മേലുദ്യോഗസ്ഥന് കൊടുക്കണം. കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ജിന്ന് അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ വീര്യം എത്രയാണ്? 42 UP ആണ് ഉത്തരം. കേരളത്തിലെ മറ്റ് വിദേശമദ്യ ലൈസൻസുകൾക്ക് വിദേശമദ്യം മൊത്ത വിൽപ്പന നടത്തുന്നതിന് അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ് എന്ന് ചോദിച്ചാൽ FL9 ലൈസൻസാണ്. കോഡ്ഫ ആക്ടിൽ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയത്? വകുപ്പ് 4, സെക്ഷൻ 4 പ്രകാരം. കോഡ്ഫ ആക്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അതേതാണ് ദൂരപരിധി എന്ന് ചോദിച്ചാൽ 100 യാർഡാണ് ഉത്തരം. ഓപ്ഷൻ A ആണ്. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി ചോദിച്ചാൽ ഓപ്ഷൻ D ആണ്, 18 വയസ്സ്. ഓക്കെ, അടുത്ത നോക്കാം. അബ്കാരി ആക്ടിലെ ഏത് വകുപ്പാണ്? കുറ്റകരമായ ഗൂഢാലോചന. ഓപ്ഷൻ C 55D ആണ്. കഴിഞ്ഞ ക്ലാസ്സിലെടുത്താണ്.
അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി 23 വയസ്സ്. അബ്കാരി നിയമപ്രകാരം ഡ്രൈ ഡേ ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ എ ദുഃഖവെള്ളിയാണ്. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിന് മുകളിലുള്ളവർക്കുമാണ് കള്ളുഷാപ്പിൽ പരിശോധന നടത്താൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ മുതൽ മുകളിലേക്കുള്ളവരേക്കാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്തത് NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ ചോദിച്ചാൽ 31A ആണ്. കറക്റ്റ് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ എടുത്തതാണ് ഇതൊക്കെ. 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിലെ ഏത് വകുപ്പാണ് കേസെടുക്കാൻ ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെയാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് എന്ത് വസ്തുവാണെന്ന് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ ബി ക്രൂഡ് പിരിഡിനാണ്. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസിസ് കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം ചോദിക്കുന്നു. നീലയാണ്. താഴെ പറയുന്നവയിൽ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂളും കോളേജുകളിൽ നിന്നൊക്കെ വേണ്ട കുറഞ്ഞ ദൂരപരിധി ഓപ്ഷൻ സി 200 മീറ്റർ പറയുന്നുണ്ട്. പിന്നെ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ചോദിച്ചാൽ ഓഗസ്റ്റ് 15. ബാക്കി എല്ലാ ദിവസവും നിരോധിച്ചതാണേ. ഇനി പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ച കോട്ട്പ ആക്ടിലെ വകുപ്പ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ സെക്ഷൻ 4. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ ചുമത്താവുന്ന പിഴ എത്രയെന്ന് ചോദിച്ചാൽ 200 ആണ് കൂടിയ പിഴ. ഇനി ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം എന്ന് വെച്ചാൽ 85%. ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നത്? ആർട്ടിക്കിൾ 47 ആണ്. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്ത മിഷൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ മുഖ്യമന്ത്രി. കേരളത്തിൽ മദ്യോപഭോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ 23 വയസ്സ്. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എന്ന് പറയുന്നത് ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണ്, ജീവപര്യന്തം. IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം എത്ര വർഷം തടവ് ശിക്ഷ പറയുന്ന കുറ്റങ്ങളാണ് ജാമ്യം ലഭിക്കാവുന്നത്? ബെയിലബിൾ എന്നാണ് ചോദിക്കുന്നത്. താഴെ പറഞ്ഞതിലൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ടുള്ളത്. അടുത്തത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗം ഏതാണെന്ന് ഓർത്ത് വെക്കണേ. ഡ്രൈ ഡേ ഒക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ട്. ഇനി അടുത്തത് 83 മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതും കൃത്യമായിട്ട് തന്നതാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അളവ്. അപ്പോൾ ഓപ്ഷനിൽ കാണുന്നതിൽ അളവ് ഏതാണ് കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ലിക്കറും IMFL ബിയറും ആണ് കറക്റ്റ് ആൻസർ. 2, 3 മാത്രമാണ് ശരി. ബാക്കി എല്ലാത്തിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട് ക്ലാസ്സിൽ. ഇനി അടുത്തത് 84ാമത്തത് കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളായ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ചോദിക്കുന്നത് 97 ആണ്, 1997. ഇനി NDPS ആക്ട് 1985 ബാധകമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ NDPS ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളും നമ്മൾ പഠിച്ചതാണ് അല്ലേ NDPS. അടുത്ത ക്വസ്റ്റ്യൻ, 2 കഞ്ചാവ് ചെടികൾ നട്ട് വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ ഓപ്ഷൻ സി ആണ്. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. നമ്മൾ നോക്കിയതാണ് ഇതൊക്കെ ക്ലാസ്സിൽ. മീത്തൈൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല ഓപ്ഷൻ ഡി ആണ്, CH3OH. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്ററാണ്? ഓപ്ഷൻ ബി 37.5. അടുത്തത് ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, 99.5 ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. കേരളത്തിലെ വിദേശ മദ്യ ഷോപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? അപ്പോൾ ഓപ്ഷൻ ബി ആണ് പറയുന്നത്, 1ഉം 3ഉം ശരിയല്ലാത്തതാണ് എന്നാണ് പറയുന്നത്. ശ്രീനാരായണ ഗുരു ജനിച്ച ദിവസം വിദേശ മദ്യഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കുവാൻ പാടില്ല. അത് ശരിയായ പ്രസ്താവനയാണ്. ബാക്കി രണ്ടും തെറ്റാണ്. എന്താ കാര്യം എന്നുള്ളത് നോക്കിയൊക്കെയോ കേട്ടോ. ഡ്രൈ ഡേ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഓർത്ത് വെക്കണം. അടുത്തത്
കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെൻ്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ എ രാവിലെ 10 മുതൽ അർദ്ധരാത്രി 12 വരെ. FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനങ്ങളിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവാണ് 150 മില്ലി. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് കോട്ട്പ നിയമപ്രകാരം ശരിയായിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? എത്ര മുറികളുള്ള? 30 കേട്ടോ. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്ത് എത്ര ശതമാനം പ്രദർശിപ്പിക്കണം എന്ന് വെച്ചാൽ 85 ആണ്. നേരത്തെ ചോദിച്ച റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ മദ്യ വർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ ലക്ഷ്യമിട്ട് രൂപീകരിച്ച എന്താണ് മിഷനാണ് വിമുക്തി. അറിയാം. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 47ൻ്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന. IT ആക്ട് 43A പ്രകാരം ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം ഉത്തരം ശരിയാണെന്ന് പറയുന്നുണ്ട്. കമ്പനിയും പാർട്ട്ണർഷിപ്പ് സ്ഥാപനവും വ്യക്തിയൊക്കെ ബാധ്യസ്ഥനാണ്. അടുത്ത ചോദ്യം, IT ആക്ടിൽ 43ൽ പറഞ്ഞ കുറ്റത്തിൽ ശിക്ഷ എത്രയാണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഇതിൽ ശിക്ഷ പറയുന്നില്ല. ഡി മുകളിൽ പറഞ്ഞതൊന്നുമല്ല. അടുത്തത്, അബ്കാരി ആക്ടിലെ പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്ത സ്ഥലമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി. ഇനി അബ്കാരി ആക്ട് പ്രകാരം ട്രാൻസിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 82ൻ്റെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കേരളത്തിൻ്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. അടുത്തത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് 84. 85 പറയട്ടെ. NDPS നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ചോദിക്കുന്നുണ്ട്. ആക്ടിൻ്റെ ലക്ഷ്യമാണ് ഇതിൽ ചോദിക്കുന്നത്. അതിൽ 1ഉം 2ഉം 4ഉം ശരിയാണ്. 3 തെറ്റാണ് കേട്ടോ. സംസ്ഥാനങ്ങൾക്ക് മയക്കുമരുന്ന് നിരോധനത്തിന് അധികാരം നൽകുന്നതിന് അതില്ല. ബാക്കിയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാലാവധി കഴിഞ്ഞ വിദേശ മദ്യ പെർമിറ്റുകൾ വീണ്ടും സാധൂകരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3, 4. അതായത് എക്സൈസ് കമ്മീഷണറിൽ നിന്നും പെർമിറ്റ് സാധൂകരിക്കുന്നതിനുള്ള NOC വാങ്ങണം എന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ല. ബാക്കിയെല്ലാം ശരിയാണ്. അതിൻ്റെ ഫീസ് 10,000 രൂപയാണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കണേ. അതും പറയുന്നുണ്ട്. അടുത്തത്, കേരളത്തിൽ വിദേശമദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശമദ്യ ലൈസൻസ് 1 പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരി. അടുത്തത്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. തെറ്റ് 1ഉം 2ഉം തെറ്റാണ്. 3ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരി. അപ്പോൾ 1ഉം 2ഉം തെറ്റാണ് കേട്ടോ. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാരക വസ്തുക്കൾ എന്നത് എന്താണെന്ന് വെച്ചാൽ NDPS നിയമത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കൾ അതിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങളാണ് കേട്ടോ. 87. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന മുറി ഉൾപ്പെടെ മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെട്ട ഓഫീസർ കമ്മീഷണറുടെ ഓഫീസാണ്. അടുത്തത് ഓപ്ഷൻ ബി കേട്ടോ. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ENA ഇറക്കുമതി ചെയ്യുന്നതിന് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. 2ഉം 3ഉം 4ഉം ഓപ്ഷൻ ഡി കേട്ടോ. അത് 400 കിലോമീറ്റർ ദൂരത്തിന് 0.1%, മൊത്തം ടോട്ടൽ ജേണിക്ക് എടുക്കുന്നത് 0.5% ആണ് കേട്ടോ. അപ്പോൾ 3ഉം 4ഉം ശരിയാണ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പിരിറ്റിൻ്റെ വീര്യം അളക്കൽ. അതാണ് പ്രൂഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ്. അടുത്തത്, കോട്ട്പ ആക്ട് പ്രകാരം തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിക്കുന്നത്. തെറ്റായതാണ് എഴുതേണ്ടത്. പ്രസ്താവന ശരിയോ തെറ്റോ എന്നുള്ള കൃത്യമായിട്ട് നോക്കണേ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം തെറ്റാണ് കേട്ടോ. ഒന്ന് വായിച്ച് നോക്കണേ. പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. അതിന് പ്രശ്നമൊന്നുമില്ല. പുകവലി നിരോധിത മേഖല എന്നുള്ള സ്ഥലത്ത് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. അതും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ 2ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവന കേട്ടോ. അടുത്തത് കോട്ട്പ ആക്ട് 2003 തന്നെയാണ്. ശരിയായ പ്രസ്താവന എന്താണ് നോക്കണേ, ശരിയും തെറ്റും ഒന്നും മാറിപ്പോയതെന്ന് പറയുന്നത്. അപ്പോൾ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി 1, 2, 3, 4 ഒക്കെ ശരിയാണ്. അപ്പോൾ അത് നിങ്ങളൊന്നും കൂടി നോക്കിയിട്ട് പോണേ എന്തൊക്കെയാണെന്നുള്ളത്. അടുത്തതും കോട്ട്പ ആക്ടിലെ ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ശരിയായ പ്രസ്താവന? 1, 2, 3, 4 ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കണേ. വിമുക്തി മിഷൻ പദ്ധതിയുമായി ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. 1, 2, 3, 4 എല്ലാം ശരിയാണ് കേട്ടോ. ഒന്ന് നോക്കിക്കോ. 2016 നവംബർ 20-നാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാന തല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അടുത്തതും വിമുക്തി മിഷൻ്റെ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സമ്പൂർണ്ണ മദ്യനിരോധനം ഒഴികെ ബാക്കിയെല്ലാം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരം. അത് അവിടെ മാർക്ക് ചെയ്ത് തെറ്റിപ്പോയതാണ്. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് സി ആണ്. 1ഉം 2ഉം 3ഉം ഉണ്ട്. വിമുക്തി മാനേജർ ഇല്ല. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് 2000-ലെ IT നിയമത്തിൻ്റെ വ്യവസ്ഥ ഓപ്ഷൻ സി ആണ്. എയും ബിയും ഉണ്ട്. ഇനി അടുത്തത് വിവരസാങ്കേതിക നിയമം 2000 കുട്ടികളുടെ അശ്ലീല കാര്യങ്ങൾ കുറ്റകരമാക്കുന്ന കുട്ടികളുടെ പ്രായം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അത് 18 വയസ്സിന് താഴെയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.